ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 68 ഭാഗമാണ് നമ്മളിന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നരനാരായണന്മാരുടെ ഉത്ഭവത്തിന് കാരണമായി വരുന്ന പരമ്പരയെക്കുറിച്ചാണ് ചതുർത്ഥ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വിവരിച്ചത്. കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും ഉണ്ടായ 9 കന്യകമാരും കപില ഭഗവാൻ എന്ന മകനും. ആ മകനെക്കുറിച്ചും ദേവഹൂതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചു. എങ്കിലും ആ 9 കന്യകമാർ 9 മഹർഷീശ്വരന്മാരെ വിവാഹം കഴിക്കുകയും ആ കന്യകമാരിലൂടെ ആ പരമ്പരകളെല്ലാം വർദ്ധിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ മക്കളായിരുന്നു സ്വയംഭുവ മനുവും ശതരൂപയും. അവരാണ് ആദ്യമായി ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഒരു ജോഡികൾ, സ്ത്രീ പുരുഷന്മാർ. അവരിലൂടെയാണ് ഈ ത്രിലോകങ്ങളിലും പരമ്പരകൾ ഉണ്ടായത്. അതിൽ ഒരാൾ ദേവഹൂതി, രണ്ടാമത്തെ ആൾ ആകൂതി, മൂന്നാമത്തെ ആൾ പ്രസൂതി. അവരെക്കുറിച്ചൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ. ഇനിയും ആ കർദമന്റെയും ദേവഹൂതിയുടെയും 9 മക്കളിൽ ഒരാളായ മറ്റൊരു പുത്രിയെ ആണ് കർദമന്റെയും ദേവഹൂതിയുടെയും 9 മക്കളെയും അവരുടെ ചരിതങ്ങളും നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ആ സ്വയംഭുവ മനുവിന്റെ മറ്റൊരു 3ാമത്തെ മകളാണ് പ്രസൂതി. ആ പ്രസൂതിയെ ബ്രഹ്മദേവന്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. ദക്ഷ പ്രജാപതി ദക്ഷന് പ്രസൂതിയിൽ സുന്ദരിമാരായ 16 പുത്രിമാരുണ്ടായി. അപ്പോൾ ദേവഹൂതിക്കും കർദമനും 9 മക്കൾ ഉണ്ടായതുപോലെ ദക്ഷ പ്രജാപതിക്കും പ്രസൂതിക്കും കൂടി 16 പുത്രിമാരുണ്ടായി. ദക്ഷൻ അവരിൽ 13 പേരെ ധർമ്മ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 13 പേരെ. സ്വാഹ എന്ന മകളെ അഗ്നിദേവനും സ്വധയെ പിതൃക്കൾക്കും അവസാനത്തെ പുത്രിയായ സതിയെ ശ്രീ പരമേശ്വരനും പത്നിമാരായി നൽകി. അപ്പോൾ സ്വാഹ എന്ന് നമ്മൾ പറയത്തില്ലേ, അഗ്നിയിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ സ്വാഹ എന്ന് നമ്മളെപ്പോഴും പറയും. അഗ്നിക്ക്, അതായത് ഒരു അഗ്നിയിലേക്ക് ഓരോന്നും ഹവിസ് അർപ്പിക്കുമ്പോൾ. അപ്പോൾ അഗ്നിദേവന്റെ ഭാര്യയുടെ പേരാണ് സ്വാഹ. അത് ദക്ഷ പ്രജാപതിയുടെ മകളാണ്. ദക്ഷ പ്രജാപതിയുടെ ഭാര്യ ആരായിരുന്നു? സ്വയംഭുവ മനുവിന്റെയും ശതരൂപയുടെയും 3ാമത്തെ മകളായ പ്രസൂതി. ആ പ്രസൂതിക്കും ദക്ഷ പ്രജാപതിക്കും ഉണ്ടായ 16 പുത്രിമാരുണ്ടായി. ആ 16 പുത്രിമാരെ ദക്ഷൻ അവരിൽ 13 പേരെ ധർമ്മ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അടുത്ത ആളാണ് സ്വാഹ, അത് അഗ്നിദേവന്റെ ഭാര്യ. സ്വധ, അത് പിതൃക്കളുടെ ഭാര്യ. അവസാനത്തെ പുത്രി സതി, സതീദേവിയെ ശ്രീ പരമേശ്വരനും പത്നിയായി കൊടുത്തു. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ സ്വാഹ, സ്വധ, അമിതർമേധ, ശ്രുതി സ്മൃതിരനുത്തമ എന്നൊക്കെ ജപിക്കില്ലേ? ഇതൊക്കെ ദേവിയുടെ പല പേരുകളാണ്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രീ, മൂർത്തി എന്നീ 13 പേരാണ് ധർമ്മ പ്രജാപതിയുടെ പത്നിമാർ. 13 മക്കളെ ധർമ്മ പ്രജാപതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ദക്ഷന്റെ. ആ 13 പേരുടെ പേരുകളാണ് ഇതൊക്കെ. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ജപിക്കുമ്പോൾ ഈ പേരുകളൊക്കെ വരുന്നുണ്ട്. ഓം ശ്രദ്ധാമേധ യശപ്രജ്ഞ വിദ്യാബുദ്ധി ശ്രീയം ബലം ആയുഷ തേജക ആരോഗ്യം ദേഹിമേം പരമേശ്വരി ദേഹിമേം പരമേശ്വര എന്ന മന്ത്രമില്ലേ? ആ മന്ത്രത്തിൽ ഈ പേരുകളൊക്കെയാണ്. പരമേശ്വരനെയും പാർവതീദേവിയെയും നമ്മൾ പറയുമ്പോൾ ഈ പേരുകൾ, ശ്രദ്ധയും മേധയും, ഇതൊക്കെ ഓരോ ദക്ഷന്റെ ഓരോ മക്കളായിരുന്നു. ഇവരെല്ലാം ധർമ്മ പ്രജാപതിയുടെ പത്നിമാരായിരുന്നു ഈ 13 പേര്.
അതിലെ 3 പേരെയാണ് സ്വാഹ, സ്വധ, പിന്നെ സതീദേവി. അവർ 3 പേരെയും 3 വ്യത്യസ്ത പേർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോൾ പറഞ്ഞു. ശ്രദ്ധ ശുഭത്തെയും, മൈത്രി പ്രസാദത്തെയും, ദയ അഭയത്തെയും, ശാന്തി സുഖത്തെയും, തുഷ്ടി മോദത്തെയും, പുഷ്ടി സ്മയത്തെയും പ്രസവിച്ചു. ഈ ശാന്തിയും അഭയവും പ്രസാദവും തുഷ്ടിയും മോദവും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതും ഓരോരുത്തരുടെയും മനസ്സിൽ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ അതെല്ലാം ആ മനസ്സുകളിൽ അതെല്ലാം വിഹരിക്കുവാനും കാരണം ആദ്യമുണ്ടായ ഈ ദേവിമാരാണ്. ആ ദേവിമാരാണ് നമ്മിൽ ശ്രദ്ധയായും ദയയായും അഭയമായും മോദമായും തുഷ്ടിയായും പുഷ്ടിയായും ബുദ്ധിയായും ഒക്കെ മേധാശക്തി ഒക്കെയായും ബുദ്ധിശക്തിയൊക്കെയായും പ്രവർത്തിക്കുന്നത്. നമ്മൾ കരുതും ഇതൊക്കെ വെറുതെയാണ്, നമ്മളുടെ ഒരു ഫീലിങ്സ് അല്ലെ ഒരു ടാലൻസ് ഒക്കെയാണെന്ന്. അതെല്ലാം ഓരോ ദേവിമാരാണ്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗപ്രത്യംഗങ്ങളിലെല്ലാം ഓരോ ദേവിമാരാണ് വസിക്കുന്നത്. ആ ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിദ്ര ദേവിയുടെ അനുഗ്രഹമാണ്, ബുദ്ധി ദേവിയുടെ അനുഗ്രഹമാണ്, ശ്രദ്ധ, മേധ, യശസ്, സൽകീർത്തി, നമ്മൾക്ക് മറ്റുള്ളവർക്ക് അഭയം കൊടുക്കാനുള്ള നമ്മുടെ ആ ഒരു നമ്മളിലുള്ള ഒരു മനസ്സ്, ഇതെല്ലാം ഓരോ ദേവിമാരുടെ ആദ്യത്തെ ആ 13 ദക്ഷന്റെ 13 മക്കളുടെ ആ മക്കളുടെ പേരുകളാണ് അവർ പ്രസവിച്ചവരാണ് ഈ പറഞ്ഞ കഴിവുകളെല്ലാം മനുഷ്യരുടെ ഉള്ളിൽ സന്നിവേശിച്ചിരിക്കുന്ന ദേവികളാണ്. അത്രയും ദേവിയുടെ ഓരോ കഴിവുകളാണ്. ഓരോ ദേവിയുടെയും ഓരോ കഴിവാണ് നമ്മുടെ ഉള്ളിലെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ. അപ്പം നമുക്ക് എന്തെല്ലാം ഇതിൻ്റെ കുറവുണ്ടെന്ന് വെച്ചാൽ ആ ദേവിമാരൊന്നും നമ്മിൽ പ്രസാദിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ധർമ്മന്റെ പത്നിമാരിൽ സർവ്വഗുണങ്ങളും തികഞ്ഞവളായിരുന്നു മൂർത്തി. ധർമ്മ പ്രജാപതിയുടെ പത്നിമാരെ കുറിച്ചാണ് നമ്മൾ 13 പേരായിരുന്നു ധർമ്മ പ്രജാപതിയുടെ പത്നിമാർ. ആ ധർമ്മ പ്രജാപതിയുടെ പത്നിമാർ 13 പേര് ദക്ഷ പ്രജാപതിയുടെയും പ്രസൂതിയുടെയും 13 മക്കളായിരുന്നു. 3 പേർ, ഒരാൾ പിതൃക്കളുടെ ഭാര്യ, ഒരാൾ പരമേശ്വരന്റെ ഭാര്യയായ സതീദേവി, മറ്റൊരാൾ അഗ്നിദേവന്റെ ഭാര്യയായ സ്വാഹ. ഈ 13 പത്നിമാരിൽ ഏറ്റവും ധർമ്മഗുണങ്ങളൊക്കെ തികഞ്ഞവളായിരുന്നു മൂർത്തി. സർവ്വഗുണങ്ങളും തികഞ്ഞവളായിരുന്നു. ധർമ്മം മാത്രമല്ല, എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായിരുന്നു മൂർത്തി എന്ന ദേവി. ഈ ധർമ്മ പ്രജാപതിക്ക് മൂർത്തിയിലുണ്ടായ നരനെന്നും നാരായണനെന്നും വിഖ്യാതരായിട്ടുള്ള 2 പുത്രന്മാരുണ്ടായി. അതാണ് നരനാരായണന്മാരുടെ ഉത്ഭവത്തിൻ്റെ ആ പരമ്പരയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നരനും നാരായണനും ആരുടെ മക്കളായിരുന്നു? മൂർത്തിയിലും ധർമ്മ പ്രജാപതിയിലും ഉണ്ടായ മക്കൾ. ആ മൂർത്തി ആരായിരുന്നു? ദക്ഷ പ്രജാപതിയുടെ 13 പെൺകുട്ടികളിൽ ഒരാളാണ്. അപ്പോൾ ഈ നരനാരായണന്മാരുടെ ജനന സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാവരും ആനന്ദ നിർവൃതിയിൽ ആറാടി. ജനങ്ങളുടെ മനസ്സും ദിക്കുകൾ, സരസ്സുകൾ, പുഴകൾ എന്നിവയും എല്ലാം തെളിഞ്ഞു വിളങ്ങി. വായു മന്ദം വീശി. ആകാശത്തിൽ ദിവ്യവാദ്യങ്ങൾ മുഴങ്ങി. നരനാരായണന്മാരുടെ ജനന സമയത്ത് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി. മഹർഷിമാർ സ്തുതിച്ചുകൊണ്ട് പാടി. ഗന്ധർവന്മാരും കിന്നരന്മാരും ആ പാട്ടുകൾ ഏറ്റുപാടി. സ്ത്രീകൾ ആനന്ദ നൃത്തം ചെയ്തു. ബ്രഹ്മാവ് മുതലായ ദേവന്മാർ സ്തുതിഗീതങ്ങൾ പാടി അവതാര സ്വരൂപികളായ നരനാരായണന്മാരെ വാഴ്ത്തി സ്തുതിച്ചു. അപ്പോൾ ഇനി അവരെ വാഴ്ത്തി ഈ നരനാരായണന്മാരെ മഹർഷീശ്വരന്മാരും ബ്രഹ്മാവുമൊക്കെ വാഴ്ത്തി സ്തുതിക്കുന്നതാണ് ഇനിയും വിവരിക്കുന്നത്. ആകാശത്തിൽ ഗന്ധർവ നഗരമെന്ന പോലെ ഈ പ്രപഞ്ചം പരമാർത്ഥ ദൃഷ്ടിയിൽ ഇല്ലാത്തതാണ്.
ആ പ്രപഞ്ചത്തെ യോഗമായ കൊണ്ട് ആത്മാവായ തന്നിൽ പ്രകാശിപ്പിച്ചത് അവിടുന്നാണല്ലോ. പ്രപഞ്ചത്തിലുള്ള സത്വ ബുദ്ധി കൊണ്ട് ആത്മസ്വരൂപത്തെ അറിയാതെ കഴിയുന്ന ജീവന്മാർക്ക് ആത്മതത്വത്തെ ഉത്ബോധിപ്പിക്കാനാണല്ലോ ഋഷിമാരുടെ രൂപേണയുള്ള നരനാരായണന്മാരായിട്ടുള്ള അങ്ങയുടെ ഈ അവതാരം. പരമപുരുഷനായ അങ്ങയ്ക്ക് നമസ്കാരം. ശാസ്ത്രദൃഷ്ട്യാ അനുമാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനാണ് അവിടുന്ന്. ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാനായി അവിടുന്ന് തന്നെയാണല്ലോ സത്വഗുണത്തിലൂടെ ദേവന്മാരായ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള അലയോ ഭഗവാനെ, കാരുണ്യ കടാക്ഷം വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങളെ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട നരനും നാരായണനും തപസ്സിനായി ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി. വിഷ്ണു ഭഗവാന്റെ അംശഭൂതരായ നരനും നാരായണനുമാണ് ഇപ്പോൾ കുരുവംശത്തിൽ അർജുനനായും യദുവംശത്തിൽ കൃഷ്ണനായും അവതരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭാരം തീർത്ത് അനുഗ്രഹിക്കാനാണ് അവരുടെ ഈ അവതാരം. അഗ്നിയുടെ പത്നിയായ സ്വാഹയ്ക്ക് പാവകൻ, പവമാനൻ, ശുചി എന്നീ 3 പുത്രന്മാരുണ്ടായി. അവരിൽ നിന്ന് 45 അഗ്നിദേവതകൾ ജനിച്ചു. ഈ 45 പേരും അവരുടെ പിതാക്കളായ പാവകൻ, പവമാനൻ, ശുചി എന്നിവരും പിന്നെ യഥാർത്ഥ സാക്ഷാൽ അഗ്നിദേവനും ചേർന്ന് അഗ്നികൾ അങ്ങനെ 49 പേരായി. ദൈവിക കർമ്മങ്ങളിൽ വേദജ്ഞരായ ഋഷീശ്വരന്മാർ അഗ്നിദേവതാത്മാക്കങ്ങളായ ഇഷ്ടികളായി ആരാധിക്കുന്നത് മേൽപ്പറഞ്ഞ 49 അഗ്നിദേവതകളെയാണ്. അപ്പോൾ ദേവജ്ഞരായ ഋഷികൾ അഗ്നിദേവതാത്മാക്കളായ ഇഷ്ടികൾ കൊണ്ട് ആരാധിക്കുന്നത് ഈ പറഞ്ഞ 49 അഗ്നിദേവന്മാരെയാണ്. അതായത് അഗ്നിദേവന് 45 അഗ്നിദേവതകളായ മക്കൾ ജനിച്ചു. പിന്നെ അവരുടെ പിതാക്കളായ പാവകൻ, പവമാനൻ, ശുചി എന്നിവരും അഗ്നിദേവനും കൂടി ചേർന്നാണ് 49 പേരായി മാറിയത്. അഗ്നികർമ്മങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായി അഗ്നിഷാത്തന്മാർ, ബഹിർഷത്തുകൾ, സോമപന്മാർ, ആജ്യപന്മാർ, ഇങ്ങനെ പിതൃക്കൾ 4 ഗണങ്ങളിലാണ്. സോമപ, ആജ്യപ ഇങ്ങനെയൊക്കെ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ജപിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ പിതൃക്കളിൽ തന്നെ 4 വിഭാഗമാണുള്ളത്. അതെല്ലാം ഭഗവാൻ തന്നെയാണ് പല അവതാരങ്ങളായി വന്നിരിക്കുന്നത്. ഭഗവാന്റെ പേരുകളൊക്കെ തന്നെയാണ്. അഗ്നികർമ്മങ്ങളും ഇല്ലാത്തവരുമായി അഗ്നിഷാത്തന്മാർ, ബഹിർഷത്തുകൾ, സോമപന്മാർ, ആജ്യപന്മാർ എന്നിങ്ങനെ പിതൃക്കൾ തന്നെ 4 ഗണങ്ങളാണുള്ളത്. പിതൃക്കളുടെ പത്നിയാണ് ദക്ഷന്റെ പുത്രിയായ സ്വധ. പിതൃക്കൾക്ക് സ്വധയിൽ 2 പുത്രന്മാരുണ്ടായി. അവർ വയുനയും ധാരിണിയുമാണ്. അവർ 2 പേരും വേദം പഠിച്ചവരും ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മറുകര കണ്ടവരുമായിരുന്നു. ഈ സ്വധ എന്ന പിതൃക്കളിൽ സ്വധ എന്ന ഭാര്യയ്ക്കുണ്ടായ 2 പുത്രിമാരാണ് വയുനയും ധാരിണിയും. അവരാണ് ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മറുകര കണ്ടവർ. ദക്ഷന്റെ അവസാനത്തെ മകളാണ് സതീദേവി. പരമശിവനായിരുന്നു സതീദേവിയെ വിവാഹം കഴിച്ചത്. അത് ദക്ഷന്റെ ഇഷ്ടത്തോടെയല്ല, സതീദേവിയുടെ ആഗ്രഹത്തോടെയാണ്. സതിക്ക് പരമശിവനിൽ നിന്നും പുത്രന്മാരുണ്ടായില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? നിരപരാധിയായ ശിവനെ ദക്ഷൻ ദ്വേഷിച്ചതിൽ സങ്കടം സഹിക്കാതെ സതീദേവി തൻ്റെ യോഗശക്തിയിൽ ശരീരം ഉപേക്ഷിച്ചു. നമ്മൾ സാധാരണഗതിയിൽ അത് കേട്ടിട്ടുള്ളത് യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു എന്നാ. ആ യോഗനിദ്രയിൽ കുണ്ടലിനി ശക്തിയെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ആ യോഗാഗ്നിയിലാണ് സതീദേവി തൻ്റെ ശരീരം ഉപേക്ഷിച്ചത്.
അതുകൊണ്ടാണ് സതി ദേവിക്ക് സന്തതികൾ ഉണ്ടാകാതിരിക്കാൻ കാരണം. അപ്പോൾ ബാക്കി ദക്ഷ പ്രജാപതിയുടെ മക്കൾക്കെല്ലാവർക്കും സന്തതി പരമ്പരകൾ ഉണ്ടായി. അപ്പോൾ സതീദേവി ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് സതീദേവിക്കും പരമശിവനും സന്തതി പരമ്പരകളില്ലാതെ പോയി. ഇങ്ങനെയെല്ലാം പറഞ്ഞ് മൈത്രേയ മഹർഷി വിരമിക്കുകയാണ് ചെയ്യുന്നത്. വിതുരരോട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭാഗങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഈ പരമ്പരകളെക്കുറിച്ച് വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും നമുക്ക് 4ാമത്തെ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായമാണ് നോക്കേണ്ടത്. ദക്ഷന്റെ ശിവദ്വേഷം, ശിവഭഗവാനോട് ദക്ഷൻ ദ്വേഷിക്കാനുണ്ടായ കാരണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലാക്കി ഭാഗവതത്തിലൂടെ മുന്നോട്ടുള്ള യാത്ര സുഗമമായി അത് ഭഗവാന്റെ ഹൃദയം എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങളും സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.